വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളോട് സംസാരിക്കുവാനും സംവദിക്കുവാനും ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുവാൻ എന്നെ എന്തിനു ക്ഷണിച്ചു എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. എത്രയോ സ്ത്രീകളെ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു, പ്രഗത്ഭരായ വിദ്യാസമ്പന്നരായ സ്ത്രീകളെ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ എന്തിനാണ് എന്നെ ക്ഷണിച്ചത് എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു. ഇതുപോലൊരു സംശയം എനിക്കൊരിക്കലുണ്ടായി. ഒരു കുടുംബയോഗത്തിന് നിർബന്ധമായും ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, എന്നെ എന്തിനാണ് ക്ഷണിക്കാനുള്ള കാരണം, എന്താണതിന് കാരണം? അപ്പം അദ്ദേഹം വിളിച്ചവർ ഒരു സാധുവായ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, സാറേ കൊള്ളാവുന്ന പലരെയും നോക്കി, ഞാൻ കാര്യം കിട്ടിയില്ല, എന്നാൽ പിന്നെ സാറായിക്കോട്ടെ എന്ന് വിചാരിച്ച് സാറിനെ ക്ഷണിച്ചതാണ്. ഏതായാലും ഇവിടെ വത്സങ്ങനെ പറയാത്തത് കൊണ്ട് അല്ല ചിന്തിക്കാത്തത് കൊണ്ട് എനിക്കതിൽ പരിഭ്രമമില്ല. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇത് വളരെ ഗൗരവമുള്ള ഒരു ക്ലാസ്സായി കണക്കാക്കണം. സാധാരണ നമ്മൾ വളരെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയല്ല, വളരെ ഗൗരവത്തോടെ നമ്മൾ സമീപിക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതും കൃത്യമായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മുടെ വിഷയം ഇതാണ്: ലീഡേഴ്സ് വിത്ത് വിഷൻ. ലീഡേഴ്സ് വിത്ത് വിഷൻ. ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള നേതാക്കളെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ശ്രമിക്കുന്നത്. ലോകം കണ്ട എക്കാലത്തെയും സമുന്നതനായ ഒരു നേതാവിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി, ശിഷ്യരായി നാം ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കാം. ലോകം കണ്ട ഏറ്റവും സമുന്നതനായ, പകരം വയ്ക്കാൻ ആളില്ലാത്ത തരത്തിൽ ഔന്നത്യമുള്ള, പകരക്കാരനില്ലാത്ത ഒരു നേതാവിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ പേരിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ 2025 ജന്മദിനമാണ് അടുത്ത വർഷം. നമ്മുടെ കണക്കനുസരിച്ച് 2000 ആഘോഷിക്കണം. മർത്തമറിയം സമാജം ആഘോഷിക്കേണ്ട വലിയൊരു കാര്യമാണത്. യേശുക്രിസ്തുവിൻ്റെ 2025 ജന്മദിനം. 2025 വർഷങ്ങൾക്ക് ശേഷവും അവൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ മലമുകളിൽ ഇത്രയും സ്ത്രീജനങ്ങൾ ഒരുമിച്ച് കൂടുവാനുണ്ട് എന്നുള്ളത് അവൻ്റെ നേതൃത്വത്തിൻ്റെ സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ്റെ അമ്മയുടെ പേരിലുള്ള, യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ പേരിലുള്ള ഒരു സമാജം ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 ദിവസത്തേക്ക് വീട്ടുകാര്യങ്ങൾ മറന്ന് ഈ കുന്നിൻ മുകളിലേക്ക് നിങ്ങൾ ഓടിയെത്തുന്നു എങ്കിൽ അതിൻ്റെ പിറകിൽ അവൻ്റെ സ്വാധീനത്തിൻ്റെ മാസ്മരികത, ആ ശക്തി നമ്മൾ തിരിച്ചറിയണം എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ലോകത്ത് അനേകം സാമ്രാജ്യങ്ങൾ നിലനിന്നിട്ടുണ്ട്. വലിയ ചക്രവർത്തിമാർ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അലക്സാണ്ടറും നെപ്പോളിയനും സീസറുമൊക്കെ, അശോകനുമൊക്കെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ. പക്ഷെ ഈ കെട്ടിയുയർത്തിയ സാമ്രാജ്യങ്ങൾ മുഴുവനും കാലപ്പഴക്കത്തിൽ തകർന്നു വീണിട്ടും കാലാതീത ശോഭയോടെ ക്രിസ്തു കെട്ടിപ്പൊക്കിയ സഭ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൻ്റെ വ്യതിരക്തതയായി നമ്മൾ കണക്കാക്കണം, മനസ്സിലാക്കണം. വലിയ ചക്രവർത്തിമാർ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളൊക്കെ നിലംപൊത്തി. ബൈബിൾ പറയുന്ന ഭാഷയിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവ നാമാവിശേഷമായി. പക്ഷേ യേശുക്രിസ്തു കെട്ടിയുയർത്തിയ സ്ഥാപനം, ആ സാമ്രാജ്യം, സ്നേഹ സാമ്രാജ്യം,
ഇന്നും കാലാതീതമായ ശോഭയോടെ ലോഹത്തിളക്കത്തോടെ എഴുന്നു നിൽക്കുന്നു എന്നുള്ളത് ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൻ്റെ മനോഹാരിതയുടെ ഒരു മുഖമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചക്രവർത്തിമാർ എപ്രകാരമാണ് സാമ്രാജ്യങ്ങൾ കെട്ടിയുയർത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. അവർ അധികാരം കൊണ്ടും ആൾബലം കൊണ്ടുമാണ് അവർ അവരുടെ സാമ്രാജ്യം കെട്ടിയുയർത്തിയത്. എന്നാൽ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം ആത്മീയതയുടെ അടിത്തറയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അത് വിശ്വാസത്തിൻ്റെ കല്ലുകൊണ്ട് കെട്ടിയുയർത്തിയതാണ്. അതിൻ്റെ അടിത്തറ ആത്മീയതയാണ്, അതിൻ്റെ കല്ലുകൾ വിശ്വാസത്തിൻ്റെ കല്ലുകളാണ്. അത്തരമൊരു നേതാവിൻ്റെ പേരിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുന്നതും നമ്മളിന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ നേതാവ് കെട്ടിയുയർത്തിയ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നു? അത് ആ നേതൃത്വത്തിൻ്റെ മാസ്മരികതയാണ്, വ്യതിരക്തതയാണ്, ശക്തിയാണ് എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചു. എങ്കിലും അതുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് യേശു കെട്ടിയുയർത്തിയ ആ സാമ്രാജ്യം, ആ നേതാവ് കെട്ടിയുയർത്തിയ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നു? ഒന്നാമത്തെ കാരണം, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിക്കുന്ന മകനായതുകൊണ്ടാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിക്കുന്ന മകൻ. അവൻ നമ്മുടെ ലോകത്ത് ജീവിച്ചിരുന്ന നേതാക്കന്മാരെ പോലെ മരിച്ച് മണ്ണടിഞ്ഞിരുന്നുവെങ്കിൽ അവനെയും നമ്മൾ വിസ്മരിക്കുമായിരുന്നു. എന്നാൽ ഇന്നും എന്നെയും നിങ്ങളുടെയും മനസ്സിൽ അവൻ ജീവനോടെ ഉയർന്നു നിൽക്കുന്നു എങ്കിൽ, അവൻ ജീവിക്കുന്ന ദൈവമാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിൽ, അത് ആ നേതൃത്വത്തിൻ്റെ വ്യതിരക്തതയാണ്. അതാണ് ഒന്നാമത്തെ കാരണമായി ഞാൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാരണം, അവൻ നമ്മെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നവനാണ്. അവൻ നമ്മെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നു. പല നേതാക്കന്മാരും നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും കടന്നു വന്നവൻ, നമുക്ക് ജീവൻ നൽകുവാനും ആ ജീവന്റെ സമൃദ്ധി നമുക്ക് സമ്മാനിക്കുവാനും കടന്നു വന്നവൻ, അവൻ നമ്മെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന നേതാവാണ്. മറ്റൊരു നേതാവിനും അത് അവകാശപ്പെടാൻ സാധിക്കില്ല. മൂന്നാമത്തെ കാരണം, അവൻ നമ്മെ ഈ ലോകത്തിന് അപ്പുറത്തേക്ക് നയിക്കുന്ന നേതാവാണ്. ഈ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പല പദവിയിലേക്കും ഈ ലോകത്തിലെ നേതാക്കന്മാർക്ക് നമ്മളെ വിളിച്ചാക്കുവാൻ സാധിക്കും. നമുക്കതിനു വേണ്ട സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധിക്കും ഈ ലോകത്തിലെ നേതാക്കന്മാർക്ക്. എന്നാൽ ഇവിടെ അവൻ നമ്മെ ഈ ലോകത്തിനപ്പുറത്തേക്ക് നയിക്കുന്ന നേതാവാണ്. വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത് വാക്യം. യോഹന്നാൻ 14:3, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്ഥലം ഒരുക്കുവാൻ അവൻ നമുക്ക് മുൻപേ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വലതുഭാഗം, സ്വർഗരാജ്യം നമുക്ക് സമ്മാനിക്കുവാൻ വേണ്ടി അവൻ മുൻപേ പോയി, ഒരുക്കം നടത്തുവാൻ മുൻപേ പോയവനാണ്. അതാണ് നമ്മുടെ നേതാവിൻ്റെ വ്യത്യസ്തതയും വ്യതിരക്തതയും. മറ്റൊരു കാരണം, അവൻ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്ന നേതാവാണ്. താഴെ ഞാൻ തിരുമേനിയോട് സംസാരിക്കുകയായിരുന്നു. നടക്കുന്ന ഇലക്ഷനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും എന്നെ വിളിച്ചു. അദ്ദേഹവും പറയുന്നത് ഇലക്ഷനെ കുറിച്ചൊക്കെ തന്നെയാണ്. പക്ഷേ മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളെ ഓർക്കുമ്പോഴും നിരാശയാണല്ലോ എന്നുള്ള ചിന്തയാണ് ഞങ്ങൾ പങ്കുവച്ചത്. പല സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഓർമ്മ പോലും നിരാശയിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ നേതാവ് എന്ത് ചെയ്യുന്നു? നിരാശയിൽ നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. വചനമെന്ന് പറയുന്നു, 34-ാം സങ്കീർത്തനം 18-ാമത് വാക്യം. സങ്കീർത്തനം 34 വാക്യം 8, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഞാൻ വായിക്കുന്ന ബൈബിളും നിങ്ങൾ വായിക്കുന്ന ബൈബിളിലും വ്യത്യാസമുണ്ട്.
എങ്കിലും എൻ്റെ കയ്യിൽ സത്യവേദോസ്തം ഉള്ളത് കൊണ്ട് ഞാൻ അതെടുത്ത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. ഞാനൊരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ വികാരി അച്ഛൻ എനിക്ക് ഒരു അമ്മച്ചിയെ പരിചയപ്പെടുത്തി. എന്നോട് പറഞ്ഞു, സാറേ ഈ അമ്മച്ചിയെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു, നമുക്ക് ഒത്തിരി ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുക്ക് വന്ന് ഞാൻ അമ്മച്ചിയെ കേൾക്കുകയാണ്. അമ്മച്ചി പരിചയപ്പെടുത്തി. റിട്ടയർ ചെയ്ത ഒരു അധ്യാപികയാണ്. ഞാൻ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അമ്മച്ചി പറഞ്ഞു, എനിക്ക് ദുഃഖിക്കാൻ കാരണങ്ങളേറെയുണ്ട്, പക്ഷേ എൻ്റെ പ്രത്യാശ ദൈവത്തിലാണ്. ഞാൻ എന്തു പറ്റി ഇത്രയും ദുഃഖത്തിൻ്റെ കാരണങ്ങൾ? 3 മക്കളാണ്, 3 പേരെയും കല്യാണം കഴിച്ചു. മൂത്ത മകൾക്ക് കുട്ടികളില്ല, കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായി. രണ്ടാമത്തെ മകളുടെ ഭർത്താവിൻ്റെ ജോലി പോയി. മൂന്നാമത്തെ മകൾക്ക് ക്യാൻസറാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ടീച്ചറും പറഞ്ഞു, സാറ് പ്രാർത്ഥിക്കണം, എൻ്റെ കാര്യങ്ങൾ ഓർത്തോണം. പക്ഷെ ഞാൻ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരാ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുകയാണ്, പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ്. 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ പെരുന്നാൾ നടക്കുന്നത്, പെരുന്നാളിനോടനുബന്ധിച്ചുള്ളൊരു പരിപാടിക്ക് ഞാൻ പോയതാണ്. അവിടെ വെച്ച് ഈ ടീച്ചറിനെ അപ്രതീക്ഷിതമായി ഞാൻ കണ്ടു. ടീച്ചർ എന്നെ കണ്ടുകൊണ്ട് ഓടി വന്നു. റുബിൾ രാജ് സാറല്ലേ? അതെ. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചറെ എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. നമ്മൾ ആരെങ്കിലും നല്ല വിശേഷം എന്ന് പറയുക? എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഓ, പറയത്ത് പോലുമില്ല. നിങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് ചോദിച്ചു നോക്കണം, അവിടെ എന്തുണ്ട് വിശേഷം എന്നാ അവർ പറയുന്നത്? അവർ നല്ല വിശേഷം എന്നേ പറയത്തുള്ളൂ. നമ്മുടെ ഇവിടെ എങ്ങാനും നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടെ നല്ല വിശേഷം. അതുകൊണ്ട് തന്നെ ആരും പറയത്തില്ല. മലയാളി അങ്ങനെയാണല്ലോ, നല്ല കാര്യങ്ങൾ പറയാൻ മലയാളിക്ക് ഭയങ്കര മടിയാണ്. ചീത്ത കാര്യം പറയാനോ വല്ല മടിയുണ്ടോ നമുക്ക്? ഇല്ല. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. നിങ്ങൾ വലിയ ഗൗരവമുള്ള കാര്യത്തിനിടയ്ക്ക് ഒരു അല്പം ലൈറ്റായിട്ട് പോകട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അമേരിക്കക്കാരനും അറബിയും മലയാളിയും കൂടെ ഹോസ്പിറ്റൽ രോഗിയെ കാണാൻ പോയൊരു സംഭവമാണ്. ചുരുക്കി പറയാം, അമേരിക്കക്കാരൻ ബൊക്കയുമായിട്ട് പോയി രോഗിക്ക് ബൊക്കെ കൊടുത്തു, ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അറബി ചെന്നു, അറബി പ്രാർത്ഥിക്കാം, അള്ളാഹു സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. മലയാളി പോയി, എന്ന് തുടങ്ങി അസുഖം. അത് കഴിഞ്ഞ ബുധനാഴ്ച എത്ര മണിക്ക്? പിന്നെ ഇവനോടാ സമയം പറയേണ്ടത്. അതൊരു ഉദ്ദേശം വൈകിട്ടെന്ന് പറഞ്ഞാൽ ആ കൃത്യസമയം അറിയണം. ഒരു 7:30. ഓക്കെ. എങ്ങനെ തുടങ്ങിയത്? അതിങ്ങനെ ഒരു പെരുപ്പ് എനിക്ക് തള്ളവരലെന്ന്. തള്ളവരലെന്ന് തള്ളവര ഡോക്ടർ പോലും ഇത്തരം കാര്യമായി ചോദിച്ചിട്ടില്ല. തള്ളവരലത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു പെരുപ്പ് വന്നു. വന്നിട്ട് ഇവിടം വരെ വന്നു, മുട്ടുവരെ. അവിടെ നിന്നോ? ഇല്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി. എന്നിട്ട് അതിങ്ങനെ പെടലിയുടെ അവിടം വരെയായി. പെടലിയുടെ അവിടെ വന്നല്ലേ, അവിടെ നിന്നല്ലേ? ഇല്ലേ? അപ്പം തലവേദന തുടങ്ങിയോ? എനിക്ക് കാണും തലവേദന കാണും. ഇത് തന്നെയായിരുന്നു എൻ്റെ അമ്മാച്ചൻ്റെ കുഞ്ഞിൻ്റെ അസുഖം. 3-ാം ദിവസം പടം എത്തിയേ കയറി. എന്താണ് മലയാളി പോയാൽ ഉള്ള വർത്തമാനം? നമ്മൾ അങ്ങനെയാണ്, വളരെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയും. ടീച്ചർ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ അന്നേരം പെട്ടെന്ന് ഈ സംഭവമൊക്കെ ഓർത്തെടുത്തു. ഞാൻ ചോദിച്ചു, മക്കളുടെ കാര്യങ്ങളൊക്കെ? സാർ അതെല്ലാം ശരിയായി. മൂത്ത മകൾക്ക് കുഞ്ഞുണ്ടായി, മരുമോന് ജോലി കിട്ടി, മകളുടെ അസുഖം മാറി. ഞാൻ സാധാരണ ഭാഷയിൽ പറഞ്ഞു, കോളടിച്ചല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞു. ടീച്ചർ പറയും, അങ്ങനെ പറയരുത്. ഞാൻ പിന്നെ എങ്ങനെ പറയണം? ഞാൻ പറഞ്ഞു, കണ്ണീര് കൊണ്ട് ഞാൻ സ്വർഗം ഒരുക്കി എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു ടീച്ചർ? കണ്ണീര് കൊണ്ട് ടീച്ചർ സ്വർഗത്തെ ഒരുക്കി.
എന്നിട്ട് സ്വർഗത്തിന്റെ കൃപ ചോദിച്ചു വാങ്ങി തരുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കുന്ന നേതാവാണ് അവൻ. ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ എന്തു ചെയ്യുന്നു? രക്ഷിക്കുന്ന നേതാവാണ്. അതാണ് നമ്മുടെ നേതാവിൻ്റെ പ്രത്യേകത. അവസാനത്തെ പോയിന്റ്, ക്ലാസിൻ്റെ അവസാനത്തെ അല്ല, ഈ ഭാഗത്തിൻ്റെ അടുത്ത കാരണം, നമ്മൾ ഇന്നും ഇവിടെ കൂടുന്നതിൻ്റെ കാരണം, ഇന്നും ഇത്രയും പേര് സമ്മേളിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ നേതാവ് വ്യത്യസ്തനാണെന്ന് പറയാനുള്ള കാരണം, അവൻ വിശ്വസിക്കാവുന്ന നേതാവാണ്. അവൻ വിശ്വസിക്കാവുന്നവനാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ വിശ്വസിക്കാവുന്നവനാണ്. വചനത്തിലേക്ക് നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ വലിയ ഒരു എന്താ പറയുക, ഉത്തരവാദിത്തമല്ല, വലിയൊരു വാഗ്ദാനം യേശുക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:20, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് മറന്നു പോകുന്നയാളല്ല. ഞാൻ ഇനി 5 വർഷം കഴിഞ്ഞ് വീണ്ടും വോട്ട് ചോദിക്കാൻ വരുന്നയാളല്ല. ഏതെങ്കിലും പൊതുപരിപാടിക്ക് വിളിക്കുമ്പോൾ മാത്രം നിങ്ങളെ കാണുകയും നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യുന്നയാളല്ല. മറിച്ച് വചനത്തിലൂടെ അവൻ നമുക്കൊരു ഉറപ്പ് നൽകുകയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വലിയ ഉറപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, അവൻ വിശ്വസിക്കാവുന്ന നേതാവാണ് എന്ന് പറഞ്ഞത്. ഈ ചിന്തയൊക്കെ ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ നേതാവിൻ്റെ വ്യത്യസ്തത, വ്യതിരക്തത ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ അടുത്ത ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുക. എന്താണ് നേതൃത്വം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. എന്താണ് നേതൃത്വം? അവിടെ 2 ചിന്തകളാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് രണ്ടും നെപ്പോളിയൻ്റെ ചിന്തകളാണ്. നിങ്ങൾ കേട്ടാൽ മതിയാവും, എഴുതേണ്ട കാര്യമില്ല. നെപ്പോളിയൻ നേതൃത്വം സംബന്ധിച്ച് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറയുകയാണ്, ഒരു പറ്റം സിംഹത്തെ ഒരാട് മേയിച്ചു കൊണ്ടുവന്നാൽ എനിക്കൊരു ഭയവുമില്ല. ഒരു പറ്റം സിംഹത്തെ ഒരാട് നയിച്ചു കൊണ്ടുവന്നാൽ ആ സൈന്യത്തോട് എനിക്ക് യാതൊരു ഭയവുമില്ല. എന്നാൽ ഒരു പറ്റം ആടിനെ ഒരു സിംഹം നയിച്ചു കൊണ്ടുവന്നാൽ ഞാൻ ഭയപ്പെടും. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് നേതൃത്വം എന്ന് പറയുന്നത്. ഒരു പറ്റം ആടിനെ ഒരു സിംഹം നയിച്ചുകൊണ്ട് വരികയാണ്. ഒരു പറ്റം സിംഹത്തെ ഒരാട് നയിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നേതൃത്വത്തിൻ്റെ പ്രാധാന്യം, മുൻപിൽ നിൽക്കുന്നവന്റെ പ്രാധാന്യം. നേതൃത്വം പറയുന്നത് മുൻപിൽ നിൽക്കുക മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പറയും, കാഴ്ചപ്പാടോടെ, ദർശനത്തോടെ മുൻപിൽ നിൽക്കേണ്ടവനാണ് നേതാവ്. ഇനി എന്ത് ചെയ്യണം? ഞാൻ താഴെ ഇരുന്നപ്പോൾ തിരുമേനിയായിട്ട് ഉള്ള ചർച്ചയിൽ രസകരമായ ഒരു ഭാഗം, ഞാനതിൽ പങ്കാളിയല്ല, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മർത്തമറിയം സമാജത്തിൻ്റെ ദൈനംദിന മീറ്റിങ്ങിൻ്റെ പ്രോഗ്രാം തിരുമേനി കൃത്യമായി പറഞ്ഞു കേൾപ്പിച്ചു. ഒരു മാറ്റമില്ലാതെ തുടരുന്ന ആ പ്രോഗ്രാമിനെ പറ്റി ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. അത് മർത്തമറിയം സമാജത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പ്രശ്നം അതാണ്. ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ, ഞങ്ങളുടെ KCS എന്ന് പറയും, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ്, കേരളത്തിലെ കത്തോലിക്ക വിദ്യാർത്ഥികൾ മുഴുവനും ആ സംഘത്തിൽ ഏതാണ്ട് 5.5 ലക്ഷം കുട്ടികളുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ സംഘടനയുടെ തലപ്പത്ത് ചെല്ലുന്നു. അപ്പോൾ ആദ്യത്തെ സ്കൂളിലാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത്. ഞാൻ മാത്രമാണ് കോളേജിൽ നിന്നുള്ളയാൾ. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം ആസൂത്രണം ചെയ്യുകയാണ്. അപ്പോൾ ഇവർ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, സാറേ അത് വളരെ എളുപ്പമാണ്. ഞാൻ വെച്ചാൽ എന്താ എളുപ്പം? അത് കഴിഞ്ഞ വർഷം തന്നെ പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് മാത്രം മാറ്റിയാൽ മതി. പ്രോഗ്രാം എല്ലാം അത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലാതെ അതേ പ്രോഗ്രാം, ഡേറ്റ് മാത്രം മാറും. അങ്ങനെ തലപ്പത്ത് നിൽക്കുന്ന ഒരാളിനെ നമുക്ക് നേതാവെന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മറക്കരുത്. കൃത്യമായ ദർശനത്തോടെ, വ്യക്തമായ പദ്ധതികളോടെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നവനാണ് ആര്? നേതാവ്. അതാണ് ലീഡർ എന്ന് പറയുന്നത്.
നെപ്പോളിയൻ തന്നെ പറഞ്ഞു, there were never bad soldiers but only bad officers. There were never bad soldiers but only bad officers. യുദ്ധം പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം പടയാളികളല്ല, പിന്നാരാ? ഓഫീസർമാരാ. കാരണം എന്താ? അവർക്ക് ആസൂത്രണ മികവില്ല, അവർക്ക് ദർശനമില്ല, കാഴ്ചപ്പാടില്ല. നേതൃത്വത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ഇട്ട് തന്നിരിക്കുന്നത്. വീണ്ടും ഞാൻ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിക്കുകയാണ്. 78-ാം സങ്കീർത്തനം 72-ാമത് വാക്യം. സങ്കീർത്തനം 78 വാക്യം 72. അവിടെ ഇസ്രായേലിനെ ദാവീദ് എപ്രകാരം നയിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ ദാവീദ് എപ്രകാരം നയിച്ചു? സങ്കീർത്തനം 78 വാക്യം 72 ഇപ്രകാരമാണത്: അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു. അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. രണ്ട് കാര്യങ്ങളാണ്. പരമാർത്ഥ ഹൃദയത്തോടെ ഇസ്രായേലിനെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. 2 പോയിന്റ്സ് എടുക്കാം. പരമാർത്ഥ ഹൃദയം, നമുക്കതിനിങ്ങനെ പറയാം, ബ്രൈറ്റ് ഹെഡ്. ബ്രൈറ്റ് ഹെഡ്. കൈമിടുകോടെ എന്ന് പറഞ്ഞാൽ സ്കിൽഫുൾ ഹാൻഡ്. സ്കിൽഫുൾ ഹാൻഡ്. അപ്പോൾ ബ്രൈറ്റ് ഹെഡ് ആൻഡ് സ്കിൽഫുൾ ഹാൻഡ്. ദാവീദ് ഇസ്രായേലിനെ നയിച്ചത് ബ്രൈറ്റ് ഹെഡ് കൊണ്ടും സ്കിൽഫുൾ ഹാൻഡ് കൊണ്ടുമാണ് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഇനിയും ബ്രൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല അർത്ഥങ്ങൾ നമുക്ക് പറയാം, ആർക്കും അർത്ഥങ്ങൾ കണ്ടുപിടിക്കാം. ഞാൻ എൻ്റെതായ ചില ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ പറയും ബ്രൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കൈവപ്പുള്ള ശിരസ് എന്നാണ് അർത്ഥം. ബ്രൈറ്റ് ഹെഡ്, പരിശുദ്ധാത്മാവിൻ്റെ, പരിശുദ്ധ റൂഹയുടെ കൈവപ്പുള്ള ശിരസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കൈവപ്പ് ലഭിച്ച ശിരസ്. അതുകൊണ്ട് മാത്രമാകുന്നില്ല, ബുദ്ധിക്കുള്ള പ്രകാശം. നമ്മുടെ വിശ്വാസമുണ്ട്, ബോധ്യം, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം പരത്തുന്നത് എന്നാണ്. മൂന്നാമത്തെ കാര്യം, സ്വാർത്ഥത വെടിഞ്ഞുള്ള പ്രവർത്തനം. ഇതൊക്കെയാണ് ബ്രൈറ്റ് ഹെഡ് എന്നതുകൊണ്ട് പരിമിതമായ സമയത്തിൽ നമ്മൾ കാണുന്നത്, ഉദ്ദേശിക്കുന്നത്. 1, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. 2, പ്രകാശമുള്ള ബുദ്ധി. 3, സ്വാർത്ഥത വെടിഞ്ഞ പെരുമാറ്റം, സംസാരം, പ്രവൃത്തി. അവിടെ നമ്മളൊരു സംഘടനയുടെ തലപ്പത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം എന്തായിരിക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ കുറയണം, നീ വളരണം, ഇതായിരിക്കണം നമ്മുടെ സമീപനം. എങ്കിൽ മാത്രമാണ് ബ്രൈറ്റ് ഹെഡാണ് നമുക്കുള്ളത് എന്ന് പറയാൻ സാധിക്കൂ. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല, കാരണം വിഷയങ്ങൾ ഇനിയും കിടക്കുന്നത്. സ്കിൽഫുൾ ഹാൻഡ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, വചനം പറയുന്നത് കൈമിടുക്കോടെ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കരവിരുതോടെ എന്നാണ് പറയുന്നത്. കരവിരുതോടെ, സ്കിൽഫുൾ ഹാൻഡ്. ഇന്ന് നമ്മൾ സ്കിൽസിന് പ്രാധാന്യം കൊടുക്കുന്നു. ഒരു നേതാവിന് അവശ്യമായി ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം ടീം സ്കില്ലാണ്. തൻ്റെ കൂടെയുള്ളവരെ യോജിപ്പിച്ച് നിർത്തുവാനുള്ള സ്കിൽ. എല്ലാവരെയും സാധിക്കുന്നിടത്തോളം ഒരു ചരടിൽ കൊടുക്കുവാനുള്ള സ്കിൽ. എല്ലാവരോടും കൃത്യമായി ആശയങ്ങൾ സംവേദനം ചെയ്യുവാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അങ്ങനെയുള്ള പല സ്കിൽസ്, ആ സ്കിൽസ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് നേതൃത്വ പദവി ലഭിക്കുന്നത്, അല്ലെങ്കിൽ നേതൃത്വത്തിൽ മികവ് ലഭിക്കുന്നത് എന്ന് സൂചിപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ എന്താണ് നേതൃത്വത്തെ പറ്റിയുള്ള ചില ചിതറിയ ചിന്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളാം. ഇന്നിവിടെ നമ്മൾ നേതൃത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കാനിരിക്കുന്നത് ആരാ? സ്ത്രീകളാണ്, അല്ലേ? സ്ത്രീകളാണ്. ഇത് സ്ത്രീകൾക്ക് പറ്റിയ വിഷയമാണോ? എനിക്കറിയില്ല. നേതൃത്വം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പറ്റിയ വിഷയമാണോ? വിഷയമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്ത്രീകളോടുള്ള പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം എന്താ? എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, പൊതുസമൂഹം കൂടുതൽ പേരും ചിന്തിക്കുന്ന എന്താണ്?
സ്ത്രീകളുടെ മനോഭാവം എന്താണ്, സ്ത്രീകളോടുള്ള മനോഭാവം എന്താണ്? ഞാൻ 3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ആരെങ്കിലും ചോദിക്കുകയാണ്, സ്ത്രീകൾ ഇത് പഠിക്കേണ്ട വിഷയമാണോ, ഇതൊക്കെ പുരുഷന്മാരുടെ വിഷയമല്ല എന്ന് ചോദിച്ചാൽ അവർക്കുള്ള മറുപടി, എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു? 3 കാരണങ്ങൾ കൊണ്ട് ചോദിക്കുന്നു. അതെന്തൊക്കെയാണ്? ഒരാശയം ഇതാണ്, സ്ത്രീകളെ നമ്മൾ എങ്ങനെ കാണും? ഒന്നാമതായി, വുമൺ ഈസ് എ വൂംബ്. അത്രേ ഉള്ളൂ. സ്ത്രീ എന്ന് പറയുന്ന ആരാണ്? പ്രസവിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. നിങ്ങൾ എന്നെ തല്ലാൻ വരരുത്. ഞാനൊരു ആശയം ആൾക്കാർ പറയുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. പ്രസവിക്കാനുള്ള ഒരു പാത്രം. സ്ത്രീയോടുള്ള ചിലരുടെ സമീപനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തത്, അലങ്കരിക്കുവാനും അനുസരിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഒരു വസ്തു. 3 കാര്യങ്ങളാണ്. അലങ്കരിക്കുവാനും അനുസരിപ്പിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഒരു ഉപഭോഗ വസ്തു. രണ്ടാമത്തെ കാഴ്ചപ്പാടാണ്. 3-ാമത്തെ കാഴ്ചപ്പാട്, മേനി പറയാൻ ഭാര്യ, അനുഭവത്തിലോ ദാസി. പറയുമ്പോൾ എല്ലാം പറയാം, എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ. ചെയ്യേണ്ട പണി എന്താ? ദാസിയുടെ വീട്. നമ്മുടെ പണി എടുത്ത് നോക്കാം. ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന, ഞാൻ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി ടാസ്കേഴ്സ് ആരാ? സ്ത്രീകളാണ്. പിന്നീടാണ് മാനേജ്മെന്റിൽ പോലും മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ കടന്നു വരുന്നത്. ഒരു സ്ത്രീ ചെയ്യുന്ന, രാവിലെ മുതൽ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെയുള്ള സമയത്ത് അവൾ ചെയ്യുന്ന ജോലികൾ മൾട്ടി ടാസ്കിംഗ് ആണ്. അത് അംഗീകരിക്കുവാൻ പലരും തയ്യാറല്ല. അതുകൊണ്ട് പറയും, മിനി പറയാൻ ഭാര്യ, അനുഭവത്തിൽ ദാസി. ഇത് നമ്മുടെ സമൂഹത്തിൽ ചിലരുടെയെങ്കിലും കാഴ്ചപ്പാടാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ കഥയും നോവലും ഒക്കെ വായിക്കുന്നവരാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പക്ഷേ വായിക്കില്ലായിരിക്കാം. മലയാളത്തിലെ പ്രശസ്തനായ ഒരു കഥാകൃത്താണ് സുസ്മേഷ് ചന്ദ്രോത്ത് എന്ന് പറയുന്ന കഥാകൃത്ത്. ആധുനിക സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ കുളം കര. കഥയുടെ പേരാണ് കുളം കര. അതിലെ ഒരു സെന്റൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉദ്ധരിക്കാം. വീട്ടിലൊരു ത്രികോണം വരച്ചാൽ തൻ്റെ സഞ്ചാരപഥം പൂർത്തിയാകുമെന്ന് സാവിത്രി വിചാരിച്ചു. വീട്ടിലൊരു ത്രികോണം വരച്ചാൽ തൻ്റെ സഞ്ചാരപഥം പൂർത്തിയാകുമെന്ന് സാവിത്രി വിചാരിച്ചു. ശുചിമുറി, കിടപ്പറ, അടുക്കള. എന്തു പറയുന്നു? ശരിയാണ്. ശുചിമുറി, കിടപ്പറ, അടുക്കള. തീർന്നു ഒരു സ്ത്രീയുടെ സഞ്ചാരപഥം. മറ്റൊരു രസികനായ ഒരു കവി, വലിയ പേരുള്ള കവിയൊന്നുമല്ല, പക്ഷേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കവിതയാണ്. ആ കവിതയുടെ പേര് രസകരമായ പേരാണ്, എല്ലാ പുരുഷന്മാരും മരിക്കുകയാണെങ്കിൽ. രക്ഷപ്പെട്ടല്ലേ? എല്ലാ പുരുഷന്മാരും മരിക്കുകയാണെങ്കിൽ എന്നാണ് കവിതയുടെ പേര് തന്നെ. VR സന്തോഷ് എന്ന് പറയുന്ന ഒരു പുതുമുഖ കവിയാണ് എഴുതിയിരിക്കുന്നത്. കേട്ടോണം അതെന്താണെന്ന്. എല്ലാ പുരുഷന്മാരും മരിക്കുന്ന ദിവസം ഭാരമകന്ന കൈകാലുകൾ നിവർത്തി സ്ത്രീകൾ കിടന്നുറങ്ങും. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങും, ശല്യമില്ലാതെ. ഇടി ചായ എടുക്കടി, കാപ്പി എടുക്കടി, ഒന്നുമില്ല, സ്വസ്ഥമായിട്ടൊരു ഉറക്കം. തീരുന്നില്ല. സ്ത്രീകൾ ആദ്യമായി ജനിച്ച ദിവസമായി അതിനെ കണക്കാക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായി സ്വാതന്ത്ര്യം കിട്ടിയ, പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായി ഞാൻ ഇതിനെ കണക്കാക്കും. ഇത്തരം ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അതിൻ്റെ അർത്ഥം, ഇവരൊക്കെ ഈ സ്ത്രീകളുടെ ദൈന്യതയൊക്കെ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം, അടുക്കളയിലും നമ്മളുടെ ഭവനങ്ങളിലും തളച്ചിടേണ്ടവരല്ല സ്ത്രീകൾ എന്നുള്ള ചിന്തയാണ്. ആ കാലമൊക്കെ പോയി. ഇന്ന് ഒരു പെൺകുട്ടിക്ക്, നിങ്ങളുടെയൊക്കെ മക്കൾ കല്യാണം, ഞാനൊരു കല്യാണം ആലോചിച്ചിടത്ത് പോയി. ആരേതാണെന്ന് ഞാൻ പറയില്ല. ഞാനാണ് പെണ്ണ് കാണാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയല്ല കേട്ടോ, എൻ്റെ ഒരാൾക്ക് വേണ്ടി പെണ്ണ് കാണാൻ പോയതാണ്. ആ പെൺകുട്ടി വന്നു, ആയിരുന്നു, വളരെ ഫാഷനബിൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഞാൻ പരിചയപ്പെടുത്തി. ഓക്കെ, അവളുടെ ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. വീട്ടിലാണോ താമസിക്കേണ്ടത്, ഫ്ലാറ്റിലാണോ? മറുപടി ഞാൻ പറയത്തില്ല.
ഞാൻ പറഞ്ഞത്. അമ്മായിപ്പൻ കൂടെ കാണുമോ? അമ്മായിപ്പൻ കൂടെ കാണുമോ? കുക്കിംഗ് ചെയ്യേണ്ടി വരുമോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ബാക്കി ഭാഗം വിട്ടേ, അത് നമ്മുടെ ബാധകമല്ല. ഞാൻ പറഞ്ഞത് പുതിയ തലമുറ ന്യൂജൻ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തെ കാണുന്നത് എന്നുള്ളതിൻ്റെ സൂചന ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് നേതൃത്വത്തെക്കുറിച്ച് പറയുന്നത്. അത് പറയുമ്പോൾ ഒരു ചിന്ത കൂടി തന്നിട്ട് ഞാൻ കൃത്യമായ വിഷയത്തിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, കവി എന്ത് പറയുന്നു, അല്ലെ കാവ്യലോകം എന്ത് പറയുന്നു സ്ത്രീകളെ കുറിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞു. ബൈബിൾ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. സ്ത്രീകളെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-ാമത് വാക്യം. ഉൽപ്പത്തി 2:23. പുരുഷന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അതാണ് സ്ത്രീ. പുരുഷന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ. സത്യത്തിൽ ഈ അസ്ഥിയും മാംസവുമാണ് രൂപം നൽകുന്നത്. ഒരാൾക്ക് രൂപം കിട്ടുന്നത് അതിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ രൂപത്തിന് ഒരു പൂർണ്ണതയുണ്ടാകുന്നത് സ്ത്രീ കൂടി ചേരുമ്പോഴാണ്. അതല്ല എങ്കിൽ നമ്മൾ അസ്ഥിയായി മാംസമായി മാത്രം നിൽക്കുന്നു. ഇതാണ് ബിബ്ലിക്കലായിട്ടുള്ള കാഴ്ചപ്പാട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അവിടുന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് വളരെ രസകരമായ ഒരു നേതൃത്വത്തിൻ്റെ ഡെഫിനേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വളരെ സിമ്പിളായ ഡെഫിനേഷൻ ഇപ്രകാരമാണ്. ട്രൂമാൻ പറഞ്ഞിരിക്കുകയാണ്, മറ്റുള്ളവരെ കൊണ്ട് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും അവർക്ക് അതിനെ ഇഷ്ടമുള്ളതാക്കുകയും ചെയ്യുന്ന ശക്തിയാണ് നേതൃത്വം. മറ്റുള്ളവരെ കൊണ്ട് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുകയും. ഇവിടെ വരുമ്പം പറയുകയാണ്, വത്സരീതിയിൽ പറയുകയാണ്, കസേരയൊന്ന് പിടിച്ചിടണം. പിന്നെ കസേര പിടിക്കാനല്ല ഞങ്ങൾ ഇവിടം വരെ വന്നിരിക്കുന്നത്. ആ ചോറൊന്ന് വിളമ്പി കൊടുക്കണം. പിന്നെ ചോറ് വിളമ്പാൻ വന്നു. ചോറ് വിളമ്പി മടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നു. ആ പാത്രം ഒന്ന് എടുത്ത് വെക്കണം. എല്ലാ ദിവസവും പാത്രം എടുത്ത് മടുത്തു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും പാത്രം എടുത്ത് വെക്കണം. പക്ഷെ നിങ്ങൾ അങ്ങ് ചെയ്യും. പോകാൻ നേരം ആകുമ്പോൾ ടീച്ചറിനോട് പറയും, എന്ത് പറഞ്ഞാലും ശരി ടീച്ചറെ 2 ദിവസം ശരിക്കും എൻജോയ് ചെയ്യും. പറയുമല്ലയോ? പറയോ? തന്നെ കേട്ടോ. ഇനിയൊന്ന് കേട്ടെ. മറ്റുള്ളവരെ കൊണ്ട് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും അവർക്കതിനെ ഇഷ്ടമുള്ളതാക്കുകയും ചെയ്യുന്ന ശക്തിയുടെ പേരെന്താണ്? നേതൃത്വം. ഞാൻ മുൻപ് പറഞ്ഞൊന്നും മറക്കരുത്. മുൻപിൽ നിൽക്കുന്നവനല്ല നേതാവ്. കാഴ്ചപ്പാടോടെ, ദർശനത്തോടെ, ആസൂത്രണത്തോടെ മുൻപിൽ നിൽക്കുന്നവനാണ് നേതാവ്. ഇവിടെ നേതൃത്വത്തെപ്പറ്റി ഞാൻ പറഞ്ഞത് ഒരു ശക്തിയാണ് എന്നാണ് സൂചിപ്പിച്ചത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒരു ക്രൈസ്തവ നേതാവിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഒരു ക്രൈസ്തവ നേതാവിൻ്റെ ക്വാളിറ്റീസ് അത് പറഞ്ഞു തീരുമ്പോൾ നമ്മുടെ ക്ലാസ് അവസാനിക്കും. എന്തൊക്കെയാണ് ഒരു ക്രൈസ്തവ നേതാവിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്? ഒന്നാമത്തെ കാര്യം ഞാൻ പറയും, ദൈവാശ്രയത്വമാണ്. അവന് മറ്റൊന്നുമില്ലെങ്കിലും ശരി, മറ്റ് യാതൊരു ക്വാളിറ്റി ഇല്ലെങ്കിലും ശരി, അവൻ പ്രഭാഷണ കലയിൽ അഗ്രഗണ്യനായിരിക്കില്ല. അവന് വലിയ സംഘാടക മികവൊന്നും ഉണ്ടാവില്ല. അവൾ ഉന്നതകുല ജാതിയായിരിക്കില്ല. സമ്പത്തിന്റെ സ്വാധീനമുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സ്വാധീനമുണ്ടായിരിക്കില്ല. പ്രശ്നമല്ല, അത് ഒരു പ്രശ്നമോ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു ക്രൈസ്തവ നേതാവിന് ആവശ്യമുണ്ടാകേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല, ദൈവാശ്രയത്വം. 125-ാം സങ്കീർത്തനം നമ്മൾ സ്ഥിരമായി വായിക്കുന്ന സങ്കീർത്തനമാണ്. 125-ാം സങ്കീർത്തനം 1-ാമത് വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ. അവനെങ്ങനെ ഉറച്ചു നിൽക്കും? അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ ആരൊക്കെ അവന് പ്രതിബന്ധം സൃഷ്ടിച്ചാലും ശരി, ആരൊക്കെ അവനെതിരായി ശബ്ദിച്ചാലും ശരി, ആരൊക്കെ അവൾക്കെതിരായി നീക്കങ്ങൾ നടത്തിയാലും ശരി, അവൻ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ നിൽക്കും. കാരണം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്. വീണ്ടും 124-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത് വാക്യം,
124 സങ്കീർത്തനം 8-ാമത് വാക്യം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിലാണ് നമ്മുടെ ആശ്രയത്വം. നമ്മൾ അവനിലാണ് ആശ്രയിക്കുന്നത്. അവനിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളുടെ പ്രവർത്തന മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു മെഡിക്കൽ ചെക്കപ്പിന് ഒരു ഹോസ്പിറ്റലിൽ പോയി. കോട്ടയത്ത് SH മെഡിക്കൽ സെൻറ്റർ. അവിടെ പോയി. ഒരു പ്രായം കഴിയുമ്പോൾ 40 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ചെക്കപ്പൊക്കെ നടത്തുന്നു നോക്കിയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ആദ്യമായി ഞാനൊരു കാർഡിയാക് ചെക്കപ്പിന് പോവുകയാണ്. അസുഖം ഉണ്ടായിട്ടല്ല, നോക്കിയേക്കാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പുതിയ ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞു TMT ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് TMT എന്താണെന്ന് അറിയത്തില്ല. TMT എന്താണെന്ന് ഞാൻ കേട്ടിട്ട് പോയില്ല. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? ട്രെഡ്മില്ലാണ് TMT എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ ഈ TMT എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് ഈ നേഴ്സ് കൊണ്ടുപോകും, കാണിച്ചു തന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സാധനം കണ്ടു. പക്ഷേ ഇത് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് TMT വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഒരു സിസ്റ്ററാണ് ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തുന്നത്. ഞങ്ങളുടെ ഒരു സിസ്റ്ററാണ്. അപ്പം നമ്മുടെ ഈ ഡ്രസ്സൊക്കെ മാറി ഒരു വേറെ ഡ്രസ്സ് തരും. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ ഇവിടെ കയറി നിൽക്കണം, നിൽക്കുന്ന ഭാഗം ഓടിക്കൊണ്ടിരിക്കും, സാറ് വീഴാതിരിക്കാൻ ഓടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് നിങ്ങൾക്കറിയാമല്ലോ, അവരോടെ അറിയാം. അവരിങ്ങനെ സ്പീഡ് കൂട്ടും. ആ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ സ്പീഡ് ഓടിക്കൊണ്ടിരിക്കണം. എനിക്ക് ആകെ പേടിയായി. അങ്ങനെ ഓടാൻ പറ്റുമോ? നമ്മൾ ആദ്യമായിട്ടാണ് ഓർക്കണം, നമ്മൾ മറിഞ്ഞു വീഴുവോ താഴെ വീഴുവോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എപ്പോഴെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുക, കാരണം അവിടെ ഒരു ചുമല ബട്ടർ ഉണ്ടാകും, ഞെക്കണം. കാരണം അതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് സിസ്റ്റർ പറയുന്നത്. അതിനിടയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ പെട്ടെന്ന് ഇത് ഞെക്കണം, അപ്പം നിന്നു പോകും. ശരാ, ഇതെല്ലാം കേട്ട് ഞാൻ ആകെപ്പാടെ ഭയന്ന്, എന്നാൽ അങ്ങ് തിരിച്ചു പോയേക്കാം, ഈ പരിപാടി വേണ്ട, പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇതൊക്കെ വേണോ? ഇത് വേണം, ബാക്കി എന്തെങ്കിലും ഡോക്ടർ അല്ല, ഇതുകൂടെ ചെയ്താലേ അതിൻ്റെ കറക്റ്റ് ഒരു പിക്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ പേടിയൊക്കെ മനസ്സിലാക്കിയ ഈ സിസ്റ്റർ എന്നോടൊരു കാര്യം പറഞ്ഞു, സാറേ ഒന്നും സംഭവിക്കില്ല, ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ദൈവത്തിന് സാറിനെ കൊണ്ട് ആവശ്യമുണ്ട്. യു ഗോട്ട് ദ പോയിന്റ്? സാർ ആരെ മുറുകെ പിടിക്കണം? ദൈവത്തെ മുറുകെ പിടിച്ചോ. കാരണം ദൈവത്തിന് സാറിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിച്ചില്ല. പിന്നെ അതിനുശേഷം എത്രയോ ട്രെഡ്മിൽ, ഇപ്പോഴും എപ്പോൾ ചെന്നാലും ഡോക്ടറുടെ ട്രെഡ്മിൽ, നമ്മൾ നോക്കിയിരിക്കുകയാണ് ട്രെഡ്മിലൊക്കെ ഇറങ്ങി. ഞാൻ പറഞ്ഞ ഇതാണ്, ഒരു ക്രൈസ്തവ നേതാവിന് ആവശ്യമുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി ദൈവാശ്രയത്വമാണ്. ഞാൻ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ്? മനുഷ്യൻ വേണ്ടി അധ്വാനിക്കുന്നവനല്ല. ഞാൻ ഭദ്രാസനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയല്ല, ഇടവകയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയല്ല, തിരുമേനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയല്ല, വൈദികർക്ക് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയല്ല. പിന്നെയോ ഞാൻ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്ന വ്യക്തിയാണ്. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് വേല ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്രൈസ്തവ നേതാവിന് ആവശ്യമുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി ദൈവാശ്രയത്വമാണ്. രണ്ടാമത്തേത് സമ്പൂർണമായ സമർപ്പണം. സമ്പൂർണമായ സമർപ്പണം. എന്താണ് ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ? നമ്മളുടെയൊക്കെ കൺവെൻഷൻ കാര്യങ്ങളിലും ധ്യാനങ്ങളിലും ഒക്കെ ഈ സമർപ്പണം എന്നുള്ള വാക്ക് പലപ്പോഴും വൈദികരും പ്രസംഗകരൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്താണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ? അത് വളരെ സിമ്പിളായി ഇപ്രകാരം പറയാം, ദൈവത്തിൻ്റെ വലിപ്പവും മനുഷ്യൻ്റെ നിസാരതയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ അവന് കൊടുക്കുന്ന പരിപാടിയാണ് സമർപ്പണം. ദൈവത്തിൻ്റെ വലിപ്പവും മനുഷ്യൻ്റെ നിസാരതയും മനസ്സിലാക്കി നാം നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പരിപാടിയാണ് എന്ത്? സമർപ്പണം. വലിയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ചെറിയ മനുഷ്യൻ തന്നെ ഏൽപ്പിക്കുന്ന പരിപാടിയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അതാണ് സമ്പൂർണമായ സമർപ്പണം. ഒരു നേതാവിന് ഈ സമർപ്പണം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ധ്യാനത്തിൽ, താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രം, മുരിങ്ങൂരുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ. അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പനക്കലച്ചൻ എന്ന് പറയുന്നൊരു അച്ഛനുണ്ട്. വലിയ പ്രഗത്ഭനായ പ്രസംഗകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. അപ്പം അദ്ദേഹം ക്ലാസ്സിൻ്റെ ഇടയ്ക്കെല്ലാം പറയും,
നമ്മളോട് പറയാൻ പറയും, കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് പറയാൻ പറയും. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസമാണ്. ആൾക്കാർ കൈയും പൊക്കി കർത്താവേ ഏറ്റെടുക്കണമേ എന്നും പറഞ്ഞു അലമുറയിട്ട് കരയുകയാണ്. എനിക്കാണ് ഇത് കണ്ടിട്ട് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. ചുറ്റുവട്ടത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കൈ പൊക്കാതെ നിൽക്കുന്നത്. ഇവരെല്ലാം അച്ഛനങ്ങോട്ട് പറയുമ്പോഴേക്കും കർത്താവേ ഏറ്റെടുക്ക കരഞ്ഞോന്നങ്ങ് പറയുകയാണ്. ഇത് കണ്ടാൽ തോന്നുന്നു ഇപ്പം ഇവന്മാരെ കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ. ഞാൻ മാത്രമേ ഉള്ളൂ കൈ പൊക്കാൻ. എനിക്കത് എന്തോ ഒരു ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. ഇത് മാത്രമല്ല, എനിക്ക് ചിരി വരികയാണ് ഇത് കാണുമ്പോഴേക്കും. അപ്പം ഞാൻ അങ്ങേ സൈഡിലേക്ക് നോക്കി, സ്ത്രീകളുടെ സൈഡിലേക്ക്. അപ്പോൾ അവിടെ എൻ്റെ ഭാര്യ നിൽപ്പുണ്ട്. ഭാര്യ അവിടെ ഒന്ന് കാര്യം കക്ഷി കൈ പൊക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാണിക്കുകയാണ് പൊക്കാൻ. കൈ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം ഞാൻ കണ്ടില്ലെന്നും പറഞ്ഞ് ഞാൻ നിൽക്കുക. വീണ്ടും കക്ഷി അങ്ങോട്ടാണ് നോക്കേണ്ടത്, ഇങ്ങോട്ട് നോക്കി പിന്നെ കാണിക്കുക. എന്നിട്ട് ഞാൻ കൈ പൊക്കിയില്ല. കാരണം എനിക്ക് ചിരി വന്നതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് ചിരി വന്നത്? കോട്ടയം ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? കോട്ടയംകാരൻ്റെ കോട്ടയംകാരുണ്ട്. ഓക്കെ. പണ്ട് നമ്മൾ കോട്ടയത്തിന് പോകുമ്പോൾ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ കുറിച്ചി ഭാഗത്തുനിന്ന് കോട്ടയത്തിന് പോകുമ്പോൾ, മന്ദിരങ്കാവിലെ കഴിഞ്ഞ് താഴോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസിൻ്റെ, നിങ്ങൾക്ക് അറിയാമല്ലോ ആ സ്ഥലം. പണ്ട് അത് വലിയ ഫാക്ടറി ആയിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ വലിയ ഫാക്ടറി ആയിരുന്നു. കേരളത്തിൽ അത്രയും വലിയൊരു ഫാക്ടറി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് സമരം ചെയ്ത് അത് പൂട്ടി, അത് തീർന്നു, അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം അക്കാലത്ത് ഈ ഫാക്ടറിയുടെ മുൻപിൽ ഒരു സമരപ്പന്തലുണ്ടായിരുന്നു. കുറേ വർഷങ്ങളുണ്ടായിരുന്നു. ഈ സമരപ്പന്തലിൽ സ്ഥിരമായി സമരക്കാരിരിപ്പുണ്ട്. അവരുടെ കയ്യിലെല്ലാം ഒരു പ്ലക്കാർഡുണ്ട്, ഈ കമ്പനി സർക്കാർ ഏറ്റെടുക്കുക. അവരുടെ കയ്യിൽ സ്ഥിരം പ്ലക്കാർഡ്, എന്ന് പോയാലും കാണാം ഇത് പിടിച്ചോണ്ടിരിക്കും, ഈ കമ്പനി സർക്കാർ ഏറ്റെടുക്കുക. പനക്കലച്ചനെ ഏറ്റെടുക്കണമേ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പ്ലക്കാർഡും പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യം ഓർമ്മ വരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ചിരി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൈ പൊക്കാഞ്ഞത്. പക്ഷേ ഈ ധ്യാനം തീരുന്നതിൻ്റെ അവസാനത്തിൻ്റെ തലേ ദിവസം, തീരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഞാൻ ധ്യാനകേന്ദ്രത്തിൽ കിടക്കുകയാണ്. അത് വെറും ഒരു എന്താ പറയുന്നത്, തടി കട്ടിലിൽ ഒരു പാ മാത്രമേ ഉള്ളൂ, തലവണയൊന്നുമില്ല. കൈ തലവണ്ണയായിട്ട്, കൈത്താൻ എന്ന് പറയുന്ന പോലെ കൈ തലവണ്ണയാക്കി കിടക്കുകയാണ്. പെട്ടെന്നാണ് ഒരു വെളിപാട് പോലെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എങ്ങനെയുള്ള കമ്പനി ഏറ്റെടുക്കണം എന്നാണ് ഇവർ പറയുന്നത്? പൊട്ടിയ കമ്പനി, തകർന്ന കമ്പനി, ലാഭമില്ലാത്ത കമ്പനി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് പറയുന്നത്. എന്നതുപോലെ തകർന്ന ജീവിതങ്ങൾ, പൊട്ടിയ ജീവിതങ്ങൾ, ലാഭമില്ലാത്ത ജീവിതങ്ങൾ ദൈവം ഏറ്റെടുത്ത് പുതുക്കി പണിയണമേ എന്നാണ് സമർപ്പണത്തിലൂടെ നമ്മൾ പറയുന്നത്. ആശയം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. നാം നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വലിപ്പവും മനുഷ്യന്റെ നിസ്സാരതയും മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പുതുക്കിപ്പണിവൻ ഏൽപ്പിക്കുന്ന പ്രവൃത്തിയാണ് സമർപ്പണമെന്ന്. ഒരു ക്രൈസ്തവ നേതാവ് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടവനാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത. 60-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത് വാക്യം, സങ്കീർത്തനം 60 വാക്യം 12, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ല, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. മനുഷ്യനിൽ ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. നേതാക്കളായി നിങ്ങൾ നിങ്ങളുടെ ഇടവകളിൽ സേവനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ്: ഞാൻ എളിയവനാണ്, ഞാൻ നിസ്സാരയായ ഒരു വീട്ടമ്മയാണ്, ഒരു സ്ത്രീയാണ്. പക്ഷേ ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതുമെന്നാണ് ഞാൻ വായിക്കുന്ന ബൈബിൾ വരുന്നത്. മനുഷ്യന്റെ സഹായത്തിലല്ല ഞാൻ ആശ്രയിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ കൂടെ നിന്ന് ഞാൻ ഈ ഇടവകയിൽ, എൻ്റെ പ്രസ്ഥാനത്തിൽ ഞാൻ വീര്യം പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനാണ് ഞാൻ പറയുന്നത് വിട്ടുകൊടുക്കണം, സമർപ്പിക്കണമെന്ന്. മൂന്നാമതായി ഒരു ക്രൈസ്തവ നേതാവിന് ആവശ്യമുണ്ടായിരിക്കേണ്ട ഗുണമാണ്, ക്വാളിറ്റിയാണ് വിനയം. അതുമായി ബന്ധപ്പെട്ട ചിന്ത ഇപ്രകാരമാണ്: സൃഷ്ടവസ്തുക്കളല്ല, സൃഷ്ടാവാണ് സമ്പാദ്യം എന്ന ചിന്തയാണ് നമ്മളെ വിനയാന്വിതനാക്കേണ്ടത്. സൃഷ്ടവസ്തുക്കളല്ല, ധാരാളം സാധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്,
ആ സമ്പത്ത് കൊണ്ട് ഞാൻ വാങ്ങിക്കൂട്ടിയ ധാരാളം സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഈ സൃഷ്ടവസ്തുക്കളൊന്നുമല്ല എൻ്റെ സമ്പാദ്യം. പിന്നെ സൃഷ്ടാവാണ് എൻ്റെ സമ്പാദ്യം എന്നുള്ള ബോധ്യത്തിൽ ഉയരുന്ന ചിന്തയാണ് വിനയം എന്ന ഭാവം. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം എന്ന് പറഞ്ഞ ആ ചിന്ത, ആ ദാസ്യവൃത്തിയുടെ മനോഭാവം, അതാണ് സേവന മനോഭാവം, അതാണ് വിനയത്തിൻ്റെ മനോഭാവം. ഒരു ക്രൈസ്തവ നേതാവിന് അവശ്യമുണ്ടായിരിക്കേണ്ട ഒരു ഗുണം ഇതാണ്. നിങ്ങൾ ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറയുന്ന ഒരു അച്ഛനെ കേട്ടിട്ടുണ്ടോ? ബോബി അച്ഛൻ പറയുന്ന പകുതി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നന്നായിട്ട് എഴുതും. ചെരുപ്പിടാത്ത, തലമുടിയും താടിയൊക്കെ വളർത്തി നടക്കുന്ന, ഇടയ്ക്ക് വട്ട് കയറി വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരച്ഛനാണ് പുള്ളി. അതൊക്കെ പറയുന്നത് ഞാൻ പറയുന്നതല്ല, പുള്ളി തന്നെ പറയുന്നത്. അതൊക്കെ എനിക്ക് വട്ടായിരുന്നു. എന്നാ ഒത്തിരി ദിവസമായി കണ്ടു, എനിക്ക് വട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. കാരണം ചിന്ത കൂടിയിട്ടുള്ള പ്രശ്നമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെയൊന്നുമല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, ഞാൻ പ്രിൻസിപ്പലായപ്പോൾ ഞാൻ എൻ്റെ അധ്യാപകർക്ക് വേണ്ടി ഒരു ധ്യാനം നടത്താൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ചിന്തകളൊന്നും ഞാൻ ഈ പറയുന്ന ചിന്തകളൊന്നും അല്ല, ഇതിനേക്കാളൊക്കെ വലിയൊരു ഹയർ പ്ലെയിനിലാണ് ആ ചിന്തയൊക്കെ പോകുന്നത്. അപ്പം ഞാനിത് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ഛൻ ആ പറഞ്ഞ ചിന്ത വളരെ മനോഹരമായിരുന്നു, അങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാ അച്ഛൻ കാണിക്കുന്നത്. അച്ഛാ രണ്ടാമത് പറഞ്ഞ ആ ചിന്തയുണ്ടല്ലോ, അതൊന്നും മുറുകെ പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയേനെ. എന്നതാ ആര് പറയിപ്പിച്ചു? ഞാനൊന്നും അല്ല ഇതൊന്നും പറഞ്ഞത്. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയാണ്, സാറേ ഗംഭീരമായിരുന്നു. ഞാനെല്ലാം പഠിച്ചിട്ട് വന്ന് പറഞ്ഞതല്ലേ. ഇത് അച്ഛൻ പറയുക, എന്നാ പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൃഷ്ടവസ്തുക്കളെ അല്ല, സൃഷ്ടാവാണ് സമ്പാദ്യം. സൃഷ്ടവസ്തുക്കളല്ല, സൃഷ്ടാവാണ് സമ്പാദ്യം എന്ന ബോധ്യത്തിലുള്ള ജീവിതമാണ് വിനയത്തിലുള്ള ജീവിതം. വചനം എന്താ പറയുന്നത്? 1 കൊരിന്തോസ് 4-7 വാക്യം. 1 കൊരിന്തോസ് 4-7 വാക്യം. അവിടെ ഇപ്രകാരം നാം കാണുന്നു, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എന്തുണ്ട്? ആലോചിച്ച് നോക്കി. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യനൊന്നുമില്ല. അവന്റെ ജീവനടക്കം അവന് ദാനമായി ലഭിച്ചതാണ്. ബാക്കി ഭാഗത്ത് എന്താ പറയുന്നത്? എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നത് എന്തിന്? എല്ലാം ദാനമായിരിക്കെ, കിട്ടിയത് മുഴുവൻ ദാനമാണ്. എന്നിട്ട് നീ പറയുകയാണ്, നിന്റെ പഠനം കൊണ്ട്, നിന്റെ വായന കൊണ്ട്, നിന്റെ ചിന്ത കൊണ്ട് നീ ഇതെല്ലാം അറിഞ്ഞെടുത്തതാണ്, ആലോചിച്ചെടുത്തതാണ്. അല്ല, അച്ഛൻ പറയുന്ന പോലെ എല്ലാം അവിടുത്തേക്കാണ്. ഈ വിനയത്തിൻ്റെ മനോഭാവം ഒരു ക്രൈസ്തവ നേതാവിന് ഉണ്ടായിരിക്കേണ്ടതാണ്. വീണ്ടും സങ്കീർത്തനം 20-7-8 വാക്യങ്ങൾ. സങ്കീർത്തനം 20:7-8 വാക്യങ്ങൾ. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ലോകത്തിലെ കാര്യങ്ങളാണ്. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. രഥമെന്ന് പറയുന്നത് അധികാരത്തിൻ്റെ അടയാളമാണ്. കുതിര എന്ന് പറയുന്നത് ശക്തിയുടെ അടയാളമാണ്. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങൾക്കത് മതി. ഈ അധികാരമല്ല, ഈ പറയുന്ന പദവിയല്ല, സമ്പത്തല്ല, ഇതൊന്നുമല്ല. ഞങ്ങളുടെ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ബാക്കി ഭാഗത്തോ, അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. രഥത്തിലും കുതിരകളിലൊക്കെ ആശ്രയിച്ചവരെന്ത് പറ്റി? അവൻ നിലം പരിച്ചായി കിടക്കുകയാണ്. ഞങ്ങളോ എഴുന്നേറ്റ് നിൽക്കുന്നു. കാരണം ഞങ്ങൾ ആരെ ആശ്രയിച്ചു? ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമായി, ദൈവത്തിൻ്റെ ദാനം കൊണ്ട് ചെയ്യുന്നതാണ്. എൻ്റെ കഴിവുകൾ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് സാമർഥ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണ്. സമ്പത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഒരു മനോഭാവമാണ് വിനയത്തിൻ്റെ മനോഭാവം. നാലാമത്തെ ഒരു കാര്യം കൂടെ ഉള്ളൂ. വചനം നയിക്കുന്ന ജീവിതം. ഒരു ക്രൈസ്തവ നേതാവിൻ്റെ ജീവിതം വചനം നയിക്കുന്ന ജീവിതമായിരിക്കണം.
നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് ചോദിച്ചാൽ, വചനമാണ് നമ്മുടെ ദർശനങ്ങളെ രൂപപ്പെടുത്തേണ്ടത്. ലീഡർഷിപ്പ് വിത്ത് വിഷൻ. വചനമാണ് നമ്മുടെ ദർശനങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തേണ്ടത്. എൻ്റെ അമ്മ, ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് അമ്മ അധ്യാപികയായിരുന്നു. അമ്മ ഒരു യാക്കോബായ സഭയുടെ ഒരു സ്കൂളിലെ അധ്യാപികയായിരുന്നു. കുറിച്ചി മന്ദിരം സ്കൂളിലെ അധ്യാപികയായിരുന്നു. അപ്പം അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ക്നാനായ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. ക്നാനായക്കാരുടെ സ്കൂളാണ്. അന്ന് കത്തോലിക്കരായ ഞങ്ങൾക്ക് ബൈബിളില്ല. അപ്പം അമ്മച്ചി ഇവിടുന്ന് ഒരു ബൈബിൾ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത് വചനം വായിക്കണമെന്ന് നിർബന്ധമാണ്. ഞങ്ങൾ 5 മക്കളാണ്. ആ മക്കളെല്ലാം അറിയാവുന്ന വചനം വായിക്കണം, അക്ഷരം അറിയാവുന്നവരൊക്കെ വചനം വായിക്കണം, നിർബന്ധമുള്ള കാര്യമാണ്. അത് കുറേ കാലം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഇവിടുന്ന് ഒരു സുവിശേഷ ഭാഗം മാത്രമുള്ളൊരു ബൈബിൾ കിട്ടി. അപ്പോഴേക്കും ഞാനൊക്കെ കുറച്ച് വളർന്നു. എവിടെയെങ്കിലും യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ ഉടൻ അമ്മച്ചി ചോദിക്കും, എടുത്തോന്ന് ചോദിക്കും. ഇന്ന് എടുത്തോന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? എന്താ? മൊബൈൽ എടുത്തോന്ന്. വേദോത്സവം ഒന്ന് വേദോത്സവമാണ്. നിങ്ങളുടെ ഭർത്താവ് ഇറങ്ങുമ്പോൾ നിങ്ങളും ചോദിച്ചു നോക്കി, എടുത്തോ എന്ന് ചോദിച്ചോ. ഉടനെ പുള്ളി പറയും, ആ മൊബൈൽ ഞാൻ എടുത്തായിരുന്നല്ലോ. മൊബൈൽ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ എടുത്തോന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അർത്ഥം? ചാർജർ എടുത്തോന്നാ. അതെ, പഴയ കാലത്തും മൊബൈലും ചാർജറും ഒന്നും ഇല്ലല്ലോ. അപ്പം അമ്മ ചോദിക്കുക, എടുത്തോ. എന്താണെന്ന് ചോദിച്ചാൽ, യാത്ര പോകുമ്പോൾ ഈ ബൈബിൾ കൊണ്ടുപോകണം, നിർബന്ധം. ഇപ്പം 4 അച്ഛന്മാരെ ഞാൻ എണ്ണി ഇവിടെ. 4 അച്ഛന്മാരിരിക്കെ ചെയ്ത് കുമ്പസാര രഹസ്യം പോലെ ഞാൻ പറയട്ടെ, ഈ ബൈബിള് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും ഇത് തുറന്ന് വായിച്ചിട്ടില്ല. ഒരിക്കൽ പോലും വായിച്ചിട്ടില്ല. ഇതിങ്ങനെ കൊണ്ടുപോകും. എനിക്കൊന്ന്, ഞാനൊരു കുസൃതിക്കാരനായിരുന്നു. എനിക്ക് 4 സഹോദരിമാരാണ്. അവരുടെ ഇടയ്ക്കുള്ള ഒരാളാണല്ലോ ഞാൻ. അപ്പം അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യവും കൂടുതൽ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനത് തുറന്നു പോലും നോക്കിയിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ അമ്മയ്ക്കും അത് അറിയാമായിരിക്കണം, അറിയില്ല. എങ്കിലും അമ്മയുടെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത്, എൻ്റെ മകന് വചനത്തിൻ്റെ സംരക്ഷണമുണ്ടാവണം, എൻ്റെ മകന് വചനത്തിൻ്റെ സാമീപ്യമുണ്ടാകണം. അല്ലാതെ അവൻ വചനം വായിച്ച് വിശുദ്ധനാകുന്നൊന്നുമല്ല അമ്മ ധരിക്കുന്നത്. എന്നതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി, ഒരു ക്രൈസ്തവ നേതാവിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി, അവൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്ന തരത്തിൽ, അവൻ്റെ ദർശനങ്ങളെ രൂപപ്പെടുത്തുന്ന തരത്തിൽ, അവൻ്റെ കാഴ്ചകളെ കാഴ്ചപ്പാടുകളാക്കി മാറ്റുന്ന വിധത്തിൽ അവൻ വചനത്തെ കൂട്ടുപിടിക്കണം. ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല, ബൈബിൾ വായിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ബൈബിൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, ഇത് ആദ്യം മുതൽ വായിച്ചു തുടങ്ങണം. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ പരിപാടി. അപ്പോൾ ഞാൻ കറങ്ങി തിരിഞ്ഞ് മത്തായിയുടെ സുവിശേഷം വരും. അതിൽ 25 നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഭാഗമാണ്. ഞങ്ങളുടെ ബൈബിളിനാണെങ്കിൽ ഹെഡിങ് ഉണ്ട്, ഓരോ ഭാഗത്തിനും ഒരു ചെറിയ ടൈറ്റിലുണ്ട്. സത്യവേദ പുസ്തകത്തിൽ ഇപ്പോൾ ടൈറ്റിലുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇല്ല, ഞാൻ ഇന്നലെ വായിച്ച ബൈബിളിൽ ആ ടൈറ്റിലില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചങ്ങ് പോവുകയാണ്. അപ്പം ഈ ടൈറ്റിൽ, ഞങ്ങളുടെ പുസ്തകത്തിലെ വേദപുസ്തകത്തിലെ ടൈറ്റിൽ അന്ത്യവിധിയുടെ മാനദണ്ഡം എന്നാണ്. 25-ാം അധ്യായത്തിൻ്റെ ടൈറ്റിൽ അതാണ്, അന്ത്യവിധിയുടെ മാനദണ്ഡം. അപ്പം ഇത് ഈ 25-ാം അധ്യായം വല്ല നിവൃത്തിയൊന്നും വായിക്കത്തില്ല. കാരണം എന്താ? നമ്മൾ കൊച്ചു പിള്ളേരാ വായിക്കേണ്ടത്. അന്ത്യവിധി, എൻ്റെ ദൈവമേ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നീട് നരകത്തിൽ പോകുന്നത്, സ്വർഗത്തിൽ പോകുന്നു, അയ്യോ, ഓർക്കാൻ പോലും വയ്യ. അതുകൊണ്ട് 24 കഴിഞ്ഞാൽ പിന്നെ 26, 25 വായിക്കത്തില്ല. ഈ പാവം പിടിച്ച അമ്മ ഇത് അറിയാത്തത് കൊണ്ട് അമ്മ മനസ്സിലാക്കത്തില്ല. പക്ഷേ പ്രായം ചെന്നപ്പോൾ ഞാനത് വായിക്കാൻ തുടങ്ങി. ആ ഭാഗം നിങ്ങളും വായിച്ചിട്ടുണ്ടല്ലേ? അന്ത്യവിധിയുടെ മാനദണ്ഡം, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, ദാഹിച്ചു, കുടിപ്പാൻ തന്നു, അതൊക്കെ ആ ഭാഗമാണ്. 25-ാമത്തെ അധ്യായത്തിൽ 40-ാമത് വാക്യം, നിങ്ങൾ ഇത് എളിയവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് 40-ൽ പറയുന്നു. 45-ൽ പറയുന്നു, ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അങ്ങനെയുള്ള പരാമർശം ബൈബിൾ വളരെ കുറവാണ്. ഇങ്ങനൊരു പരാമർശം ആദ്യം പോസിറ്റീവായിട്ട് പറയുന്നു, അത് എംഫസൈസ് ചെയ്യാൻ വീണ്ടും പറയുകയാണ്. ചെയ്യാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചെയ്തിരിക്കണമെന്ന അർത്ഥം. വിശക്കുന്നവന് ആഹാരം കൊടുത്തിരിക്കണം.
ദാഹിക്കുന്നവന് ജലം കൊടുത്തിരിക്കണം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്തിരിക്കണം, രോഗിയെ സന്ദർശിച്ചിരിക്കണം, കാരാഗൃഹത്തിൽ പോകണം, പരദേശിയെ സ്വീകരിക്കണം. ഒഴികഴിവില്ല, അതിന് ഒഴികഴിവില്ല, ചെയ്തിരിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഞാനൊരിക്കൽ ഒരു കല്യാണത്തിന് ആറന്മുള അമ്പലത്തിൽ പോയി. എൻ്റെ നാട്ടിലെ അടുത്തുള്ള അയൽക്കാരുടെ വീട്ടിലെ കല്യാണമാണ്. അപ്പോൾ കല്യാണം രാവിലെ 9:30. ഈ ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോയ ഒരു വലിയ ഗുണമുണ്ട്, കാര്യത്തിൽ തീരുമാനമുണ്ട്. നമ്മളൊക്കെ കല്യാണത്തിന് പോകുന്ന എന്തിനാ? കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്കാണല്ലോ നമ്മൾ കല്യാണം കഴിക്കുകയാണല്ലോ ചെയ്യുന്നത്, അല്ലേ? കല്യാണം കഴിക്കുകയാണ്, അല്ലാതെ അവിടെ കെട്ടുവോ കെട്ടാതിരിക്കുവോ നമുക്ക് വിഷയമല്ല. പക്ഷെ ഇവരുടെ അങ്ങനെയല്ല. 9:30 കല്യാണം, ഏതാണ്ട് 9:45 തീരും. 10 ആഹാരം. നമുക്ക് വിശപ്പുണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു പഞ്ഞവും നമുക്ക് കിട്ടും. ഇപ്പം ഞങ്ങൾ ഈ കല്യാണത്തിന് പോയിരിക്കുക, ആറന്മുള അമ്പലത്തിലാണ് കല്യാണം. ഞങ്ങളെന്നാൽ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചിട്ട് കയറിയേക്കാമെന്ന് കരുതി തൊട്ട് വാതിക്കലുള്ള ഒരു പഴയ ചായക്കടയാണ്. ഇപ്പോഴും ആ ചായക്കട അവിടെ ഉണ്ട്. അവിടെ കയറി ചായ ഓർഡർ ചെയ്യും. ഇപ്പം നിങ്ങൾ പഴയ ചായക്കട മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു ഭാഗത്ത് ചായ എടുക്കുന്ന ആൾ, പിന്നെ ഒരു വഴി, അതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇപ്പറേ ഒരു അലമാരി, അതിനടുത്ത് മാനേജർ, ഉടമസ്ഥൻ മേശയിട്ട് ഇരിക്കും. പഴയ ചായക്കട. അപ്പം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കൂട്ടുകാർ ബഹളമൊക്കെ വെച്ച് ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ പുറത്തൊരു ഭ്രാന്തൻ വന്ന് നിൽക്കുകയാണ്. അയാൾ തലമുടിയൊക്കെ വളർത്തി, താടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ഭ്രാന്തനാണ്. ഇങ്ങനെയാണ് കൈ വച്ചിരിക്കുന്നത്. ഒരു മുണ്ട് ഉടുത്തിട്ടുണ്ട്. മുണ്ടെന്ന് പറയുന്നത് പട്ടേരിൽ സിൽക്സ് എന്ന് പറയുന്ന ഒരു കടയുടെ ബാനറാണ്. നമുക്ക് കാണാം, ശരിക്കും വായിക്കാം, പട്ടേരിൽ സിൽക്സ്. ഇനി പരസ്യത്തിന് വിട്ട പോലെയാണ് നമുക്ക് തോന്നുന്നു. ഞാനതെൻ്റെ ഓർമ്മയിലുണ്ട് ഇപ്പോഴും. അയാളിങ്ങനെ കൈവച്ചിട്ട് ഈ ചായ എടുക്കുന്ന ആളിനോട് പറഞ്ഞു, ഒരു ചായ തരുമോ എന്ന് ചോദിച്ചു. ചായ തരൂ. ചായ എടുക്കുന്ന ആൾ പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറി ഇരിക്കടാ, എന്തിനാണോ നിൽക്കുന്ന, അകത്തോട്ട് കയറി ഇരിക്കേ, ഇങ്ങനെ കസേര ഉണ്ടല്ലോ, കയറി ഇരിക്കേ. ഇതൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അയാൾ നിന്നെയും ചോദിച്ചു, ഒരു ചായ തരുമോ എന്ന് ചോദിച്ചു. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ വേറെ എല്ലാം പറയും. ഇതൊന്നും അയാൾക്ക് പ്രശ്നമല്ലല്ലോ. അയാൾ പിന്നെയും ചായ തരുമോ. ചൂടുവെള്ളം ഞാൻ കോരി ഒഴുകി, ഇങ്ങനെ കാണിക്കുകയാണ്, ഒഴിക്കുന്നില്ലായിരിക്കും, ഇങ്ങനെ കാണിക്കുകയാണ്, കോരിയാൻ ഒഴിക്കും. ഈ ബഹളം കേട്ട് അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഈ കടയുടെ ഉടമസ്ഥൻ, അയാൾ അത്രയും നേരം ഇത് ശ്രദ്ധിച്ചില്ല. അയാൾ പത്രം മടക്കി വെച്ചു. ഞാൻ ഓർക്കുന്നു മാതൃഭൂമി പത്രമാണ്. അത് മടക്കി വെച്ചിട്ട് അയാളുടെ ഭാഗം ആരംഭിക്കുകയാണ്. അപ്പം ഇത് കേൾക്കാൻ ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ധരിക്കുന്ന ഇയാളിപ്പോൾ ആ ഭ്രാന്തനെ ഓടിച്ചു വിടുമെന്നാണ്. അപ്പം അയാൾ ഈ ചായ എടുക്കുന്ന ആളിനോട് പറയാം, നീ എന്നെ പറഞ്ഞത് കൊടുക്കത്തില്ലെന്ന്. കൊടുക്കടാ ചായ. എടാ, ഭഗവാൻ ഏതൊക്കെ വേഷത്തിലാണ് വരുന്ന അറിയാൻ പറ്റുകൂടാ, കൊടുക്കടാ ചായ. യു ഗോട്ട് ദ പോയിന്റ്? എന്നെ സംബന്ധിച്ച് ഭ്രാന്തന്റെ കാഴ്ചപ്പാടായിട്ട് മാറുന്നു. ജീവിതത്തിൽ എന്നും മുറുകെ പിടിക്കേണ്ട ഒരു ദർശനം അത് രൂപം കൊള്ളുകയാണ്. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും മുറുകെ പിടിക്കേണ്ട ഒരു കാഴ്ചപ്പാട്, ദർശനം. ആ ദർശനം ഇതാണ്: നിന്റെ മുൻപിൽ സഹായം ചോദിച്ചു വരുന്ന ഒരുവനെയും, ഏതൊരുവനിലും വേദനിക്കുന്ന ക്രിസ്തുവിനെ കാണണമെന്നുള്ള കാഴ്ചപ്പാട്, ആ ദർശനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനം ദർശനങ്ങൾ രൂപപ്പെടുത്തുമെന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ മാത്രമാണ് ഒരു നേതാവിൻ്റെ ക്വാളിറ്റിയായി നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചത്. 36-ാം സങ്കീർത്തനം 9-ാമത് വാക്യം. 36-ാം സങ്കീർത്തനം 9-ാമത് വാക്യം ഇപ്രകാരമാണ്: നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അതെന്ത് വർത്താനം അത്? നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞാൽ, നീയാണ് ഞങ്ങൾക്ക് കാഴ്ച നൽകുന്നവൻ. നിന്റെ പ്രകാശമില്ല എങ്കിൽ ഇതൊക്കെ വെറും സംഭവങ്ങൾ മാത്രമാകും. നിന്റെ പ്രകാശമില്ല എങ്കിൽ ഇതൊക്കെ പതിവ് സാധാരണ സംഭവങ്ങൾ. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകുന്നത്, ഞങ്ങളുടെ കാഴ്ചയെ കൊണ്ടുപോകുന്നത്, ഞങ്ങളുടെ ദർശനങ്ങളെ രൂപപ്പെടുത്തുന്നത് നിന്റെ പ്രകാശമാണ് എന്നുള്ള ചിന്തയാണ് സങ്കീർത്തകൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയും,
ക്രൈസ്തവൻ വ്യത്യസ്തനായിരിക്കണം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒരു ക്രൈസ്തവ നേതാവ് വ്യത്യസ്തനായിരിക്കണം. നമ്മുടെ നേതാവ് വ്യത്യസ്തനായിരുന്നതുപോലെ നമ്മളും വ്യത്യസ്തനായിരിക്കണം. ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനൊരു ബന്ധുവീട്ടിലേക്ക് പോവുകയാണ്, ചുരുക്കി പറയാം. അന്ന് എനിക്ക് ആ വീടിൻ്റെ സ്ഥലം അറിയില്ല, വീട്ടുപേരും അറിയില്ല. അതാണ് സങ്കടകരമായ കാര്യം. അവർക്ക് എനിക്കറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പേരറിയാം, അദ്ദേഹത്തിൻ്റെ കടയുടെ പേരും അറിയാം. ഇപ്പോൾ ഈ മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല. എരുമേലിക്കടുത്തുള്ള സ്ഥലമാണ് മുക്കൂട്ടുതറ. മുക്കൂട്ടുതറ എന്ന് ചാത്തന്തറയ്ക്ക് കിടക്കുന്ന ഒരു വഴിയുണ്ട്. പഴയ കാലത്താണ്, ഇപ്പോഴത്തെ വഴിയൊന്നുമല്ല. അവിടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വഴി ചോദിച്ചപ്പോൾ ഒരുത്തം പറഞ്ഞത് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് താഴോട്ടിറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വീടായി. ശരി, അന്ന് ഈ ഗൂഗിൾ അമ്മച്ചിയൊന്നും ഇല്ലാത്ത കാലമാണെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം. എന്നാലും പോയേക്കാന്ന് കരുതി ഞാൻ പോയി. ഒരു നാൽക്കവല ചെന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല, എങ്ങോട്ട് തിരിയണം ഒരു പിടുത്തമില്ല. അപ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, എനിക്ക് ഇന്ന ആളുടെ വീട്ടിൽ പോകാനാണ്, എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിരോധമില്ലെങ്കിൽ എന്നെ കൂടെ ഒന്ന് കയറ്റാവോ? അതിന് തൊട്ടപ്പുറത്ത് എൻ്റെ വീട്. ഓ സന്തോഷം, കൈക്കോളം പറഞ്ഞു. അദ്ദേഹം കൂടെ കയറി. പോകുന്ന വഴിയിൽ നിങ്ങളിപ്പോൾ ഒന്ന് പോയി നോക്കുക. ആ വഴി ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അവിടെ മുഴുവനും ഈ വഴിയുടെ രണ്ട് വശങ്ങൾ മുഴുവനും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര വലിപ്പമുള്ള വീടുകളാണ്. ഈ കുഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വലിയ വീടുകളാണ്. അപ്പോൾ എനിക്ക് അത്ഭുതമായി ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരുടെ വീടാ? ഇത് ജർമ്മൻകാരുടെ വീടാ. ഇതാരുടെ വീടാ? അത് പേർഷ്യക്കാരുടെ വീടാ. ഇതാരുടെ വീടാ? ഇത് ഗൾഫുകാരുടെ വീടാ. ഇതാരുടെ വീടാ? ഇത് ഓസ്ട്രിയക്കാരുടെ വീടാ. ഇതാരുടെ വീട്? എല്ലാം ഇതാ, എല്ലാം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ഒരു നല്ല മനോഹരമായ വീട്, നല്ല ലോണൊക്കെയുണ്ട്, കാണാം നമുക്ക്. ഞാൻ ചോദിച്ചാൽ അതാരുടെ വീടാ? അത് ക്രിസ്ത്യാനികളുടെ വീടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ആ സന്തോഷം കൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചു, അത് ക്രിസ്ത്യാനികളുടെ വീടാണോ? അത് അതെ. ഉടനെ അയാൾ പറയുകയാണ്, സാറേ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ നല്ലവരാന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞത്? ക്രിസ്ത്യാനികളാണെങ്കിലും അവര് നല്ലവരാണ്. നമുക്കിത് വരണം, അല്ലേ? നമുക്കിത് വരണം. ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രവർത്തന മേഖല ഏതുമായിക്കൊള്ളട്ടെ, ഭദ്രാസന തലമായിക്കൊള്ളട്ടെ, ഇടവക തലമായിക്കൊള്ളട്ടെ, കുടുംബ കൂട്ടായ്മ തലമായിക്കൊള്ളട്ടെ, ഏതു തലത്തിലാണെങ്കിലും ഒരു ക്രൈസ്തവ വ്യതിരക്തത, ഒരു വ്യത്യാസം നമ്മുടെ പ്രവർത്തനത്തിലും സംസാരത്തിലും ഉണ്ടാകണം എന്നുള്ള ചിന്തയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ മേരി ടീച്ചർ വളരെ സങ്കടത്തോടെ തിരുമേനിയോട് പറയുന്നത് കേട്ടു. തിരുമേനി, പുതുതായിട്ട് ആരും ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നില്ല, എല്ലാം പഴയ ആൾക്കാർ തന്നെയാണ്. പുതുതായിട്ട് ആരും വരുന്നില്ല, പുതിയ ആൾക്കാർക്ക് താല്പര്യമില്ല എന്നൊക്കെ സങ്കടത്തോടെ ടീച്ചറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി, ഒരു ബോംബെയിൽ നിന്ന് വന്ന് നാട്ടിൽ താമസിക്കുന്ന ഒരു ചേച്ചിയും പറയുന്നത് കേട്ടു. അപ്പം ഞാനും കേട്ടോണ്ടിരുന്നു, ശരിയായിരിക്കും, പുതുതായിട്ട് ആരും വരുന്നില്ല. ഈ പുതുതായിട്ട് വരാത്ത ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പോഴെ വരാത്ത ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയേ. നിങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള ഈ പ്രോഗ്രാമിന് വരാത്ത ആൾക്കാർ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ആണല്ലോ? നിങ്ങൾക്കറിയാം എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുന്നുള്ളവരും നമുക്കറിയാം. അവർ ഇത്രയൊക്കെ ചെയ്യത്തുള്ളൂ നമുക്കറിയാം. ഓക്കെ, ഞാൻ ഉത്തരം പറയാൻ പോകുന്നത് എന്തിനു വരണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. എന്തിനു വരണം? കേട്ടോണം. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത് വാക്യം. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത് വാക്യം ഇപ്രകാരമാണത്: നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ഭവനം തകർന്നടിഞ്ഞു കിടക്കുന്നത് കാണുന്നില്ലേ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ഭവനം തകർന്നടിഞ്ഞു കിടക്കുന്നത് കാണുന്നില്ലേ? തകർന്നടിഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ ഭവനങ്ങളെ പുനർനിർമ്മിക്കാനാണ് നമ്മുടെ വിളി. എന്റെയും നിങ്ങളുടെയും വിളി. മേഖലകൾ വ്യത്യസ്തമായിരിക്കാം, സഭകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ ഭവനത്തിന്റെ പുനർനിർമ്മാണം, അതിനുവേണ്ടിയുള്ള വിളിയാണ് സംഘടനാ പ്രവർത്തനത്തിലേക്കുള്ള വിളി എന്നുള്ള കാര്യം നമ്മുടെ സമൂഹം തിരിച്ചറിയണം, നമ്മളുടെ അംഗങ്ങളും തിരിച്ചറിയണം.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചാൽ മതിയോ? തിരുമേനി പറഞ്ഞല്ലോ, എനിക്കറിയാം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളവരെന്ന് പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പുതുമേഖലകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ തരാൻ പോവുകയാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഉൾച്ചേർക്കേണ്ട ഒരു കാര്യം. ഒന്നാമത്തത് സീനിയർ സിറ്റിസൻസിൻ്റെ കെയറാണ്. സീനിയർ സിറ്റിസൻസ്, മുതിർന്നവർ, 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേകമായ കരുതൽ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യണമെന്നല്ല. അവർക്ക് ചില കാഴ്ചപ്പാടുകളും അവർക്കെല്ലാം പരാതികളാണ്. എപ്പോഴും പരാതി പരാതി പരാതി. അവരെ മനുഷ്യനെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായി മാറ്റുവാനുള്ള ചില നടപടിക്രമങ്ങൾ നമുക്ക് നടത്തുവാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കും. ദമ്പതി സംഗമങ്ങൾ നടത്താൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ദമ്പതി സംഗമങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും, കത്തോലിക്ക സഭയിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. ഓർത്തഡോക്സ് സഭയിലുണ്ടോ? ഉണ്ട്. ഓക്കെ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. നമ്മൾ രണ്ടു കൂട്ടരും ഏതാണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. SNDPക്ക് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് നിർബന്ധമായി ചെന്നിരിക്കണം. ചെന്നില്ലെങ്കിൽ ഫൈനാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം പ്രശ്നങ്ങൾ, നമ്മൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലാത്ത പ്രശ്നങ്ങൾ, ദമ്പതി സംഗമങ്ങൾ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഏകസ്ഥർ, ഭാര്യ മരിച്ചവർ, ഭർത്താവ് മരിച്ചവർ, ഏകസ്ഥർ, ഗൾഫ് റിട്ടേണീസ്, അല്ലെ വിദേശത്ത് പോയി തിരിച്ചു വന്ന് വീട്ടിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ ഇരിക്കുന്ന ആൾക്കാർ, അത്തരം ആളുകളെക്കുറിച്ചുള്ള ഒരു കെയർ, അവർക്ക് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ ചിന്തയിൽ അത് കൂടി ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 28-ാമത് വാക്യം ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അജപാലകരായി പുറത്തു പോകുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുന്ന അജപാലകരായി പുറത്തു പോകുവിൻ. നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ആ മനോഭാവത്തോടെ ദൈവത്തിൻ്റെ സഭയെ, ആ സഭയെന്ന് പറയുന്നത് അതിൻ്റെ വിശേഷണം ഞാൻ പറയുകയുണ്ടായി, സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭയെ പരിപാലിക്കുന്ന അജപാലകരായി പുറത്തു പോകുവാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ, പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ പൂർത്തിയാക്കുന്നു. ഇത്രയും സമയം വളരെ ശ്രദ്ധയോടെ, നിങ്ങളെങ്ങനെ ഉറങ്ങാതൊക്കെ ഇരുന്നു എന്നെനിക്കറിയില്ല, ഇരുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിയവനായ എന്നെ കൂടി ഉൾച്ചേർക്കുവാൻ മനസ്സ് കാണിക്കണമേ എന്നുള്ള അപേക്ഷയോടെ ക്ലാസ് ഇവിടെ പൂർത്തിയാക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.